ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. കലിയുഗത്തിന്, അതായത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം, ഇതിന് ധാരാളം ദോഷങ്ങളുണ്ടെങ്കിലും ഒരു സദ്ഗുണമുണ്ട് എന്ന് സാക്ഷാൽ ശുഗമഹർഷി പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആ മോക്ഷം ലഭിക്കുന്ന ആ ഒരു സമയത്ത് ശ്രീമദ് മഹാഭാഗവതം മുഴുവനായും ശുഗമഹർഷി പരീക്ഷിത്ത് മഹാരാജാവിന് വിവരിച്ചു കൊടുക്കുന്ന ആ ഒരു ഭാഗത്ത് ഈ കലിയുഗത്തിലെ ആ ഒരു സദ്ഗുണം എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. കലേർ ദോഷനിധേ രാജന്നസ്തി ഹേകോ മഹാഗുണഃ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗഃ പരം വ്രജേത്. ഇത് 12ാമത്തെ സ്കന്ധം, അതായത് ശ്രീമദ് മഹാഭാഗവതത്തിലെ 12ാമത്തെ സ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 51ാമത്തെ ശ്ലോകമാണ്. ശ്രീ ശുഗമുനി പരീക്ഷിത്ത് രാജാവിനോട് പറയുന്നതാണ്. അതായത് കലിയുടെ യുഗത്തിൽ ദോഷനിധേ, ദോഷങ്ങളുടെ ഒരു സമുദ്രം തന്നെ ഉണ്ടാകും, ഒരു കൂട്ടം തന്നെ ഉണ്ടാകും. ഹി, തീർച്ചയായും, ഏകഹ, ഒരു മാർഗമുണ്ട്, വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാർഗമുണ്ട്, ഒരു സദ്ഗുണമുണ്ട്. അതായത് കൃഷ്ണ എന്ന ആ ഒരു നാമം, അത് കീർത്തനം ചെയ്യുന്നതിലൂടെ തീർച്ചയായും എല്ലാവരും തന്നെ ഭൗതികമായ ബന്ധനത്തിൽ നിന്ന് മുക്തരാകും. ഉത്കൃഷ്ടമായ ആധ്യാത്മിക ഗുണത്തിന് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും ദോഷങ്ങളെയും പരിഹരിക്കുവാൻ സാധിക്കുമെന്നാണ് ശുഗമുനി പരീക്ഷിത്ത് രാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അതാണ് നാമജപത്തിൻ്റെ മഹാത്മ്യവും. മറ്റ് യുഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കലിയുഗത്തിൽ നാമജപം കൊണ്ട് മാത്രമേ ഈ കലിദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കുകയുള്ളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും ആ പരമാത്മാവിൻ്റെ കാരുണ്യം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.